ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, ബ്രൈറ്റ് അക്കാദമിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജീവിത വിജയം എന്ന വിഷയത്തെ അധികരിച്ച് ഉള്ള സെമിനാറിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സെമിനാറിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരെ അവിടെ നന്ദി അറിയിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിത വിജയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തതിൽ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. ജീവിതം വിജയം. എന്താണ് ജീവിതം? ജനനം മുതൽ മരണം വരെ അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രക്രിയ, ഒരു കാലഘട്ടം, അതാണല്ലോ ജീവിതം. പിന്നെ വിജയം. ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളും ചിന്താഗതികളും ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. ഇതിലെല്ലാം ഗുണകരമായ രീതിയിൽ എങ്ങനെയാണോ അവന് ഭവിക്കുന്നത് അതിനെ നമുക്ക് വിജയം എന്ന് പറയാം. ഇത് വ്യത്യസ്തമായ ദർശനങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് ജീവിത വിജയത്തെ പറയുന്നത്. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം എന്ന് പറയുന്നത് അവൻ്റെ പരലോക മോക്ഷമാണ്. എന്നാൽ ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം വിജയം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഭൗതിക ലോകത്തെ വിജയമാണ്. അങ്ങനെ വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനുള്ളത്. ഞാനിവിടെ സൂചിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ചില സൂചകങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമുക്ക് ഒരു വീക്ഷണം വേണം. ഒരു വഴിവക്കിൽ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, എന്താ കണ്ണ് കാണില്ലേ, ഞാനിത് അവിടെ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു മനുഷ്യൻ്റെ വീക്ഷണം എന്ന് പറയുന്നത്. അതായത് നാം ചെയ്തതിനെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതിനനുസരിച്ചാണ് അവൻ്റെ വീക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ലക്ഷ്യവും വേണം. ഒരു സിംഹം ഒരു കൂട്ടം മാനുകളുടെ ലക്ഷ്യമാക്കി പോവുകയാണ്. അതിന് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു മാനിനെ മാത്രമാണ് ആ സിംഹം നോട്ടമിട്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ മാത്രമേ പോവുകയുള്ളൂ. വ്യത്യസ്തമായുള്ള കുറേ മാനുകളുണ്ടാവും, പക്ഷേ അതൊന്നും ആ സിംഹത്തിൻ്റെ കണ്ണിൽ പെടുകയില്ല. ആ സിംഹമായിരിക്കണം നാം. അതായത് നമ്മുടെ കൃത്യമായിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരണം. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമുക്കൊരു ഹംഗറി പട്ടാളക്കാരൻ്റെ കഥ പറയാം. കരോളിൻ ടെക്സാസ്. അദ്ദേഹം ഹംഗറിയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഷൂട്ടിംഗ് വിദഗ്ധനായിരുന്നു. അടുത്ത് വരുന്ന ഒളിമ്പിക്സിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും അതിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. പക്ഷേ നിർഭാഗ്യവശാൽ പട്ടാളത്തിലെ ഒരു ട്രെയിനിങ്ങിടയിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈ ഒരു ഗ്രനേഡ് പൊട്ടി നഷ്ടപ്പെടുകയാണ്. അദ്ദേഹം വളരെയധികം വിഷമിച്ചു. ഒരു വർഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പക്ഷേ ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരോലിൻ ടെക്സാസിൻ്റെ പേര് വീണ്ടും ഉയർന്നു വന്നു. അദ്ദേഹം വീണ്ടും ഷൂട്ടിങ്ങിലേക്ക് വന്നു. തൻ്റെ വലത് കൈ നഷ്ടപ്പെട്ടപ്പോൾ ഇടത് കൈ കൊണ്ട് അദ്ദേഹം ഷൂട്ടിങ്ങിൽ വിദഗ്ധനായി മാറി. 1940 ലണ്ടൻ ഒളിമ്പിക്സിലെ അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടി. അതുപോലെ തന്നെ 1948 ഹെൽസിങ്കി ഒളിമ്പിക്സിലും അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടി. ഇവിടെ നമുക്ക് നേടിയിട്ടുള്ള ആ ഒരു പ്രശ്നം
അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല എന്നുള്ള നമ്മുടെ ആ ഒരു പ്രശ്നത്തെ അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി നേടിയെടുത്തുകൊണ്ട് ആ ഒരു താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മൾ വിജയിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇവിടെ ഇനി വരാവുന്നവ അതിനെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇതുവരെ ശ്രമിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.